സലിം മടവൂർ, ഈ ശരിക്കും ഇടതുപക്ഷ സർക്കാർ ഈ കാണിക്കുന്നതൊക്കെ ശരിയാണ്. 4.5 വർഷമായി ഈ സിനിമാ മേഖലയിലെ വനിതാ പ്രവർത്തകർ നേരിടുന്ന പ്രശ്നം ഒരു ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി അന്വേഷിച്ച് വിശ്വാസപൂർവ്വം അത് കൃത്യമായി സർക്കാരിൻ്റെ പക്കൽ നൽകുന്നു. ഈ റിപ്പോർട്ട് ഇങ്ങനെ അടവച്ച് ഇതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ആ റിപ്പോർട്ടിന്മേൽ പരാമർശമുള്ള ആളുകളെ പോലും ജനപ്രതിനിധി സഭയിലേക്ക് വീണ്ടും മത്സരിപ്പിച്ച് അവർക്ക് അല്ലെങ്കിൽ ഇതിൽ പരാമർശിക്കുന്ന ആളുകൾക്ക് അവാർഡ് നൽകി ആ അക്കാദമി ചെയർമാനായിട്ടൊക്കെ ഇരുത്തി ഒന്നും അനങ്ങാതെ ഇരുന്നിട്ട് കോടതിയിൽ വന്നപ്പോഴല്ലേ നിങ്ങൾ ഇപ്പോൾ അനങ്ങി തുടങ്ങിയത്? നിങ്ങൾ ആരെയൊക്കെയോ ഭയപ്പെടുന്നില്ലേ? LDF ശരിക്കും ഭയപ്പെടുന്നില്ലേ സലിം മടവൂർ? അല്ല, ഇതില് ആളുകളുടെ പേരുണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? പേരില്ലെന്ന് ആരാണ് സലിം മടവൂരിനോട് പറഞ്ഞത്? പേരില്ലെന്നുണ്ടോ? അതാ പറഞ്ഞത്, രണ്ടും പറഞ്ഞിട്ടില്ല. അപ്പൊ പേരുണ്ട് ഇല്ല പേരില്ല എങ്കിൽ ഒരു കാര്യം കാണിച്ചു തരുമോ? അല്ല, പേര് ഇല്ല എങ്കിൽ എന്തിന് കുറച്ച് പേജുകൾ ഒഴിവാക്കി? അല്ല, അത് ഒരു പക്ഷേ അതില് രഹസ്യമൊഴി കൊടുത്തിരിക്കുന്ന പരാതിക്കാരുണ്ടാവും. പരാതിക്കാർ തന്നെ ഇപ്പൊ നമ്മള് നേരത്തെ ഒരു സിനിമാ നടി അവര് കോടതിയിൽ പോവുകയുണ്ടായി. അവര് പറഞ്ഞു ഞാൻ കൊടുത്ത മൊഴി എങ്ങനെയാ വന്നതെന്ന് അറിയണം. അപ്പൊ പലരും അവരുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് രഹസ്യമായിട്ട് കൊടുത്ത മൊഴിയായിരിക്കും. അപ്പൊ ആ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കുടുംബിനികളായിരിക്കും, പലതരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങളും അതിൽ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ അവരുടെ സ്വകാര്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിലൊരു നടപടിയാണ് വരേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ അഭിനന്ദിക്കേണ്ടത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇതേക്കുറിച്ച് പഠിക്കാൻ ഒരു ജസ്റ്റിസിനെ, ഒരു വനിതാ റിട്ടയർഡ് ജസ്റ്റിസിനെ, ഹൈക്കോടതി ജഡ്ജിയെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തി പഠിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ പരാതികൾക്ക് പറയട്ടെ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ പരാതിക്ക് ഒക്കെ തന്നെ സാഹചര്യം ഒരുക്കിയത്, നടപടികൾക്ക് സാഹചര്യം ഒരുക്കിയത് ഒരു വലിയ വിപ്ലവത്തിന് തന്നെ ഈ രംഗത്ത്, സാംസ്കാരിക മേഖലയിൽ, സിനിമാ മേഖലയിൽ ഒരു വിപ്ലവം ഞാൻ മനസ്സിലാക്കുന്നു. ഇനി മേലിൽ മലയാള സിനിമയിലെ ഒരു പുരുഷനും ഒരു സഹോദരിയെയും അവരുടെ സമ്മതമില്ലാതെ അവരെ തൊടുകയോ തോണ്ടുകയോ മാന്തുകയോ പിച്ചുകയോ ഒന്നും ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അപമാനിക്കൽ ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഒരു സാമൂഹ്യമായ വിചാരണ നടന്നു കഴിഞ്ഞു. എല്ലാവർക്കും ഒരു ഭയം. ആദ്യമായിട്ട് അത് നടക്കുന്നത്. മുമ്പൊക്കെ സിനിമ എടുക്കുന്ന സമയത്ത് പലരും സിനിമ എടുക്കുന്നത് തന്നെ ഹീറോയിനുമായിട്ട് കിടക്ക പങ്കിടുന്നത്, അല്ലെങ്കിൽ അവരിലെ ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങൾ വേണം, ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് പണം മുടക്കുന്ന ഒരു വിഭാഗവും സിനിമയിലുണ്ട്, പുഴുക്കുത്തുകൾ. ഇപ്പോ ഏതായാലും ഈ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നു. സഹോദരിമാരെ, നടിമാര് മുന്നോട്ട് വന്നുകൊണ്ട് അവർ പരാതികൾ പരസ്യമായി പറയാൻ ധൈര്യം കാണിക്കുന്നു. അങ്ങനെ പരസ്യമായി ധൈര്യം കാണിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും മുട്ടടിക്കുകയാണ്, ഭയപ്പാട് വന്നിരിക്കുന്നു. സർക്കാർ